ഇന്ന് നേന്ത്രപ്പഴം കൊണ്ട് നല്ലൊരു ഡെസേർട്ട് ഉണ്ടാക്കാം. അതിനായി പാൻ അടുപ്പിൽ വെച്ച് ചൂടായാൽ 1 ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തത് ചേർത്ത് വഴറ്റാം. ഇത് നല്ലതുപോലെ വഴറ്റി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി പാൻ അടുപ്പിൽ വെച്ച് ചൂടായാൽ 1 കപ്പ് പാൽ ഒഴിച്ച് തിളയ്ക്കുമ്പോൾ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. ഇനി മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് മിൽക്ക് മിക്സ് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ പകുതി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് ഇതൊഴിച്ച് മുകളിലേക്ക് ബാക്കി നേന്ത്രപ്പഴം വഴറ്റിയത് കൂടി ചേർക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയും ഈസിയുമായ ബനാന ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെയും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.